ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 2017 പാർട്ട് ബിയുടെ ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ആൻസർ. 6B, എ പിനിയൻ ഹാവിംഗ് 30 teeth drives a gear having 80 teeth. The profile of gear is involute with 20-degree pressure angle, 12 module and 10 mm addendum. Find the length of path of contact, arc of contact and contact ratio. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആൻഡ് കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കും മുമ്പ് ഫസ്റ്റ് നമ്മൾ എന്താ വെച്ചാൽ തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ് എഴുതുക. അപ്പോൾ നമ്മളിവിടെ പിനിയൻ്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ നമ്മൾ ടീത്തിന് ഞാൻ റെഫറൻസ് ചെയ്യുന്നത് ടി എന്നാണ്. ഓക്കെ, ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ പിനിയൻ ടീത്തിൻ്റെയും ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഗിയറിൻ്റെ ടീത്ത് നമ്പർ ഓഫ് ടീത്തുമാണ് റെഫറൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്മോൾ ടി ഈക്വൽ ടു 30 പിനിയൻ്റെ ടീത്ത്. ദെൻ ഗിയറിൻ്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ 80 ആണ്. ദെൻ പ്രഷർ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ 5 എന്നാണ്. 5 ഈക്വൽ ടു 20 ഡിഗ്രി. ദെൻ മോഡ്യൂൾ എം ആണ് 12, അഡൻഡം 10 mm ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ LP ഈക്വൽ ടു √RA1² മൈനസ് R1² cos square 5 പ്ലസ് √RA2² മൈനസ് R2² cos square 5 മൈനസ് R1 പ്ലസ് R2 sin 5. ഓക്കെ, ഈ R1 എന്ന് പറഞ്ഞാൽ പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ ആണ്. സോ R1 സ്മോൾ R1 ഈക്വൽ ടു MT ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ 30 ആണ്, M 12 ആണ്. സോ നമുക്ക് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 180 mm ആണ്. ഓക്കെ, ദെൻ റേഡിയസ് ഓഫ് അഡൻഡം സർക്കിൾ ഓഫ് പിനിയൻ RA1 ഈക്വൽ ടു R1 പ്ലസ് അഡൻഡം. ദാറ്റ് മീൻസ് 180 പ്ലസ് അഡൻഡം 10 ആണ്. സോ 10 ഈക്വൽ ടു 190 mm. Then pitch circle radius of gear. Okay, R2 equal to M capital T divided by 2. 12 into 80 divided by 2, 480 mm. Then radius of addendum circle of gear RA2 equal to R2 plus addendum. 480 plus 10 equal to 490 mm. ഓക്കെ, സോ നമ്മൾ എല്ലാ വാല്യൂയും കിട്ടി. RA1 അറിയാം, R1 അറിയാം, RA1 അറിയാം, R2 അറിയാം, RA2 അറിയാം. ദെൻ 5ൻ്റെ വാല്യൂ അറിയാം നമുക്ക് ഓൾറെഡി 20 ഡിഗ്രിയാണ്. സോ നമ്മൾ ആ ഫോർമുലയകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ദെൻ LP ഈക്വൽ ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഈക്വൽ ടു 52.3 mm എന്ന് കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. ദാറ്റ് മീൻസ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആൾറെഡി LP ഡിവൈഡ് ബൈ cos 5 ആണ്. അപ്പോൾ ആൾറെഡി LP അറിയാം. LP എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ആണ്. സോ 52.3 ഡിവൈഡ് ബൈ cos 5 cos 20 that is equal to 55.66 mm ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ വെച്ചാൽ കോണ്ടാക്ട് റേഷ്യോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ PC എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, സർക്കുലർ പിച്ചാണ്. സർക്കുലർ പിച്ച് എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ മോഡ്യൂളാണ്. സോ പൈ ഇൻറ്റു 12 ഈക്വൽ ടു 37.7 mm. സോ നമുക്ക് എന്താണ് കോണ്ടാക്ട് റേഷ്യോ ആൾറെഡി നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് അറിയാം 55.66 ഡിവൈഡ് ബൈ 37.7. ദെയർഫോർ 1.5 കിട്ടും. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് എത്ര 2 കൊണ്ട് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എല്ലാം കിട്ടി. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടി, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടി, ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കിട്ടി, അതുപോലെ കോണ്ടാക്ട് റേഷ്യോ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13A ആണ്. ഡിസൈൻ എ 4-bar മെക്കാനിസം വിത്ത് ദി ഹെൽപ്പ് ഓഫ് പ്രൂഡൻസ് ഇക്വേഷൻ ടു കോർഡിനേറ്റ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആംഗിൾ ആസ് ഫോളോസ്. ഇൻപുട്ട് ആംഗിൾ ഈസ് 20 degree, 30 degree and 45 degree. Output angle is 30 degree, 45 degree and 60 degree. Assume input link length 1 meter. സോ ഞാൻ ഗിവൺസ് എഴുതുവാണ്. ഈ ഇൻപുട്ട് ലിങ്കിൻ്റെ ലെങ്ത്തിനെ ഞാൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ A എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുക. B എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്താണ്. C എന്ന് പറഞ്ഞാൽ ഫോളോവറിൻ്റെ ലെങ്ത്താണ്. അല്ലെങ്കിൽ നമ്മളെ റെസ്പോൺസിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ലെങ്ത്താണ്, ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ലെങ്ത്താണ്. ദെൻ D എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത്താണ്. ഓക്കെ, നമുക്കപ്പോൾ ഇൻപുട്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഇൻപുട്ട് ആംഗിൾ നമ്മൾ തീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഔട്ട്പുട്ട് ആംഗിളിനെ നമ്മൾ എന്താണ് ഫൈ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ആംഗിൾ ഈസ് θ1 ഈക്വൽ ടു 20 ഡിഗ്രി, θ2 ഈക്വൽ ടു 30 ഡിഗ്രി, θ3 ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, φ1 ഈക്വൽ ടു 30 ഡിഗ്രി, φ2 ഈക്വൽ ടു 45 ഡിഗ്രി, φ3 ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മളെ ഫോർമുല, ബേസിക് ഫോർമുല. ഓക്കെ, K1 cos φ1 മൈനസ് K2 cos θ1 പ്ലസ് K3 ഈക്വൽ ടു cos θ1 മൈനസ് φ1. ഓക്കെ, നമ്മളിത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, നമുക്ക് എന്താ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത്ത് ഏന്ന് നമ്മൾ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആംഗിളിൻ്റെ ലെങ്ത്ത്, ഇൻപുട്ട് ലിങ്കിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ബട്ട് നമുക്കിനി ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം, കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് BCD കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, K1 ഈക്വൽ ടു D/A. അപ്പോൾ ഇവിടെ നിന്ന് D കിട്ടും. ദെൻ K2 ഈക്വൽ ടു D/C. ഇവിടെ നിന്ന് C കിട്ടും. അടുത്ത് K3 ഈക്വൽ ടു A² മൈനസ് B² പ്ലസ് C² പ്ലസ് D² ഡിവൈഡ് ബൈ 2AC. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, B കിട്ടും. അപ്പോൾ ഈ ABCD കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണം, K1 K2 K3 അറിയണം. സോ ആ K1 K2 K3 കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്, ബേസിക് ഫോർമുലയാണ്, ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, K1 cos φ1 മൈനസ് K2 cos θ1 പ്ലസ് K3 ഈക്വൽ ടു cos θ1 മൈനസ് φ1. സോ നമുക്ക് ആൾറെഡി അറിയാം φ1ൻ്റെ വാല്യൂ അറിയാം, θ1ൻ്റെ വാല്യൂ അറിയാം. സോ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടി, 0.86 K1 മൈനസ് 0.93 K2 പ്ലസ് K3 ഈക്വൽ ടു 0.98 കിട്ടി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് പൊസിഷൻ്റെയും തേർഡ് പൊസിഷൻ്റെയും എടുക്കുക. ദാറ്റ് മീൻസ് K1 cos φ2 മൈനസ് K2 cos θ2 പ്ലസ് K3 ഈക്വൽ ടു cos θ2 മൈനസ് φ2. സോ നമ്മൾ ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. φ2ന് പകരം 45 കൊടുക്കുക, θ2ന് പകരം 30 ഡിഗ്രി കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.707 K1 മൈനസ് 0.86 K2 പ്ലസ് K3 ഈക്വൽ ടു 0.96, ഇക്വേഷൻ നമ്പർ 2. ഇത് ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്താണ്, അതിൻ്റെ വാല്യൂസ് കൊടുക്കുക. അതേപോലെ തന്നെ മൂന്നാമത്. ഓക്കെ, φ3 φ3ന് പകരം 60 കൊടുക്കുക, θ3ന് പകരം 45 കൊടുക്കുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.5 K1 മൈനസ് 0.707 K2 പ്ലസ് K3 ഈക്വൽ ടു 0.96. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്ത് K1 K2 K3 കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ചെയ്യണ പോലെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻസ് എടുക്കുക. അപ്പോൾ ഞാൻ 2ഉം 3 ഇക്വേഷൻ എടുത്തു. അപ്പോൾ ഇതിനകത്ത് അടിയിൽ മൈനസ് പ്ലസ് മാറ്റി. അപ്പോൾ എന്താണ് 0.96 മൈനസ് 0.96 ക്യാൻസലായി പോകും, K3 മൈനസ് K3 ക്യാൻസലായി പോകും. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 0.207 K1 മൈനസ് 0.153 K2 ഈക്വൽ ടു 0. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇതേപോലെ നമ്മൾ എന്താണ് അടുത്ത് ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 2നെയും എടുത്തു. അതേപോലെ അതിനെയും ഇതേപോലെ കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്തു, മൈനസ് പ്ലസ് മാറ്റി കോമൺ ടേമിനെ ക്യാൻസൽ ചെയ്തു. അപ്പോഴത്തേക്ക് എന്തായി, അവിടെ നമുക്ക് 0.153 K1 മൈനസ് 0.07 K2 ഈക്വൽ ടു 0.02 എന്ന് പറഞ്ഞ് കിട്ടി. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇക്വേഷൻ നമ്പർ 4ൽ 0.153 കൊണ്ട് മേലോട്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ നമ്പർ 4നെ 0.153 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ ഇക്വേഷൻ നമ്പർ 5നെ 0.207 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, K1ൻ്റെ ടേംസ് രണ്ടും കോമൺ ആയിരിക്കും. മനസ്സിലുണ്ട്, ഇത് തന്നെ ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. K2ൻ്റെ കോമൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ഇക്വേഷൻ നമ്പർ 5നെ 0.153 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഇക്വേഷൻ നമ്പർ 4നെ 0.07 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ K2 കോമൺ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ K1 ക്യാൻസൽ ആവുന്ന പേര് എന്താണ്, K2 കോമൺ വാല്യൂ കിട്ടും. അപ്പോൾ അതെന്താണ് ക്യാൻസൽ ചെയ്യാം. അവിടെ നിന്ന് കിട്ടും, K1 കിട്ടും. പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് K1നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 4നെ 0.153 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇക്വേഷൻ നമ്പർ 5നെ 0.207 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ മൈനസ് പ്ലസ് മാറ്റി എന്താണ് അത് ക്യാൻസലായി, K1ൻ്റെ ടേംസ് ക്യാൻസലായി. അപ്പോൾ K2 ഈക്വൽ ടു 0.48 എന്ന് കിട്ടും. ഓക്കെ, ദെൻ K2ൻ്റെ വാല്യൂ കിട്ടിയല്ലോ. ഈ K2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 5 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ K1 കിട്ടും. ദെൻ K1 ആൻഡ് K2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 K3 വാല്യൂ കിട്ടും. സോ K1 K2 K3 വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് നേരെ ആ ലെങ്ത് ഓഫ് ദി ലിങ്ക് കണ്ടുപിടിക്കാൻ വരിക. സോ A എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ലെങ്ത് ഓഫ് ദി ലിങ്ക് ആണ്, B എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ഓഫ് ദി ലിങ്ക് ആണ്,
സി എന്ന് പറഞ്ഞാൽ ഫോളോവർ ഓർ ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ലെങ്ത് ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത് ആണ്. സോ നമുക്ക് ആൾറെഡി ക്വസ്റ്റിനകത്ത് എ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ ദെയർഫോർ K1 ഈക്വൽ ടു ഡി ബൈ എ ആണ്. K2 ഈക്വൽ ടു ഡി ബൈ സി ആണ്. K3 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് ഓഫ് എ സി ആണ്. സോ K1 എന്ന് പറഞ്ഞാൽ ഡി ബൈ എ. സോ നമുക്ക് ആൾറെഡി സോ ദെയർഫോർ ഡി ഈക്വൽ ടു എത്രയാണ്? K1 ഇൻറ്റു എ. സോ K1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ K1ൻ്റെ വാല്യൂ 0.35. സോ ഡി ഈക്വൽ ടു 0.35 മീറ്ററിന് കിട്ടും. അതുപോലെ K2 പറഞ്ഞാൽ ഡി ബൈ സി. സോ അപ്പോൾ സി ഈസ് ഈക്വൽ ടു ഡി ബൈ K2. ഡീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 0.35 ഡിവൈഡ് ബൈ K2ൻ്റെ വാല്യൂ അറിയാം 0.48. സോ നമുക്ക് സി ഈസ് ഈക്വൽ ടു 0.72 മീറ്ററിന് കിട്ടും. ഇനി ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല K3 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ടൈംസ് ഓഫ് എ സി. സോ അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബി മാത്രം അൺനോൺ. ബി സ്ക്വയർ ഈക്വൽ ടു 0.28 കിട്ടും. ദെയർഫോർ ബി ഈസ് ഈക്വൽ ടു 0.16 മീറ്ററിന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് എല്ലാത്തിൻ്റെയും ലെങ്ത്ത് കിട്ടി. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെക്കാനിസം ഡിസൈൻ ചെയ്യാനേ ഉള്ളൂ. ഇതാണ് നമ്മളെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, എന്താണ് എ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ക്രാങ്കിൻ്റെ ലെങ്ത് ആണ് 1 ആണ്. ദെൻ ബി എന്ന് പറഞ്ഞാൽ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് ആണ് 0.16 മീറ്റർ ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ 0.72 മീറ്റർ ആണ്. ഓക്കെ, 0.72 മീറ്റർ ദാറ്റ് ഈസ് എന്താണ് ഫോളോവർ, ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലിങ്കിൻ്റെ ലെങ്ത് ആണ്. ദെൻ ഡി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ലിങ്കിൻ്റെ ലെങ്ത് ആണ് 0.35 മീറ്റർ. ഓക്കെ, എല്ലാം നമുക്ക് കിട്ടി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോ ഇടും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടലി 6-7 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പോൾ എല്ലാം തന്നെ സോൾവ് ചെയ്ത് ഈ എക്സാം മുമ്പ് തന്നെ ഉറപ്പായിട്ടും നമ്മൾ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.